ും ചോറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. നമ്മൾ ഇന്നുണ്ടല്ലോ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചക്ക അടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 20 ചോള ചക്കേനെ എടുത്തിട്ട് ഇതാ നല്ല പഴുത്ത ചക്കപ്പഴം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനൊരു 5 ഏലക്കത്തരി അതുപോലെ ഏലക്കനെ തൊണ്ട് കളഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം, മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് അരച്ചെടുക്കണം. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവിടെ ആ ഏരിയയിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ചക്കടയാണ്. ഞാനപ്പോൾ ഇത് വഴറ്റിയിട്ട് അത് ചക്കേനെ വിളയിച്ച് ചെയ്യണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനെ നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുക്കുക. ഇനിയും അരയണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശർക്കര ഉരുക്കിയിട്ടാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ശർക്കര പൊടിയാണ് ചേർക്കണം, അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ തന്നെ ഞാൻ അരച്ചെടുക്കാൻ പോകും. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഏലക്കത്തരിയൊക്കെ കൂടി അതിനകത്തേക്ക് അരഞ്ഞ് ചേർന്നോളും. നല്ല ചക്കപ്പഴത്തിൻ്റെയും ഏലക്കയുടെ മണാട്ടോ ഇവിടെ. ഇത് വരിക്ക ചക്കയാണെങ്കിലാണ് കുറച്ച് അരയാൻ പ്രയാസം ഉണ്ടാവുള്ളൂ. മറ്റേ പഴപ്ലാവ് ഉണ്ടല്ലോ, കൂറച്ചക്ക അങ്ങനെ പറയണമെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പഴപ്ലാവ് എന്നാണ് പറയാം. അതാണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരപ്പാനി ചേർത്തിട്ട് അറിയാം, പക്ഷേ അല്ലെങ്കിലും ഇത് അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിനകത്തേക്ക് സാധാരണ ഞങ്ങളുടെ അവിടെയൊക്കെ അരിപ്പൊടി ചേർത്തിട്ടുണ്ടാക്കണേ, റവ ചേർത്തിട്ട് അരിപ്പൊടി ചേർക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ടിരിക്കും. കുറച്ച് റവയും കൂടി ചേർക്കുമ്പോഴാണ് അതിനൊരു ഇത്തിരി കട്ടി വരുള്ളൂ. അപ്പോൾ ഞാൻ അരിപ്പൊടിയും റവയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ റവ മാത്രം വെച്ചിട്ടുണ്ടാക്കാം, അല്ലെങ്കിൽ അരിപ്പൊടി മാത്രം വെച്ചിട്ട്. അപ്പോൾ റവ മാത്രം എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറച്ച് കടക്കായിട്ട് വരും. അരിപ്പൊടി മാത്രമാകുമ്പോൾ ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ സ്പൂണിൽ കോരിയിട്ട് കഴിക്കേണ്ടി വരും. ആ രീതിയിൽ അവിടെ എല്ലാവരും ഉണ്ടാക്കുക. പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത് രണ്ടും കൂടിയും റവ കുറച്ചും അരിപ്പൊടി കൂടുതലായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനകത്തേക്ക് ഒരു 3/4 കപ്പ് നാളികേരം ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കാം. 1 or 2 ടീസ്പൂൺ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ജീരകം പൊടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് വറുത്ത റവ കേട്ടോ. ഇനി നമുക്ക് ബാക്കി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണേ. ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി ഞാനിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ 3/4 കപ്പ് ശർക്കരപ്പൊടിയാണ് എടുത്ത് വെച്ചേക്കണത്. മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചക്കയ്ക്ക് അത്ര അങ്ങോട്ട് മധുരം ഇല്ല. അപ്പം ഞാൻ മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ മറ്റു അട കുഴക്കണ പോലെ കട്ട പോലെ എല്ലാം ഇരിക്കണം കേട്ടോ. കുറച്ചിങ്ങനെ ലൂസായിട്ടാണ് ഞാൻ കണ്ടേക്കണത്. അത് ഞാനൊരു 1/2 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ടേ വേണേ. അപ്പോൾ ഞാനത് മൊത്തം ഇട്ട് കൊടുക്കുകയാണ്. 3/4 കപ്പ് ശർക്കരപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം അനുസരിച്ചിട്ട് മാറ്റം വരും. ഇതിപ്പോൾ അധികം മധുരം എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ അത് മുഴുവൻ ഇട്ടത്. ഇനി ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് അരിപ്പൊടി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ടു. മൊത്തം 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്തേക്കണത്. ഇനി ഒന്നും കൂടി കുഴച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനപ്പോൾ കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് ഇതിനെ കുഴച്ചെടുത്തേക്കണേ. കുറച്ചിങ്ങനെ വെള്ളം പോലെ ഇരിക്കണം. എന്നിട്ടാണ് ഇതിന് നമ്മൾ ഇലയിൽ വെച്ചിട്ട് ഇതിനെ സ്റ്റീം ചെയ്തിടുക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ മധുരം നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തോളൂ. നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാഷ്യൂനട്ടോ കിസ്മിസോ ഒക്കെ ഇതിനകത്ത് വറുത്ത് ചേർത്ത് കൊടുക്കാം. അതൊന്നും ആവശ്യമില്ല. ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിന്ന് ഇലയിലൊന്ന് പരത്തട്ടെ. എല്ലാം ഇതേപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ടാട്ട് കൊടുത്തേക്കണേ. എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തു എന്നുള്ളൂ. പിന്നെ ശർക്കരയുടെ കാര്യത്തിൽ കുറച്ച് മുന്നിട്ട് നിൽക്കണം മധുരം, അല്ലെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ മധുരം കുറച്ച് കുറയും. അപ്പോൾ ഇതൊന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 15 to 20 മിനിറ്റ്സ് വയ്ക്കണം. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും പിന്നെ ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ എല്ലാം ഉള്ളിലിരിക്കുന്നതൊക്കെ വെന്ത് കിട്ടിക്കോളും. പെട്ടെന്ന് വേവും. ചക്കയും പിന്നെ നമുക്ക് റവ വറുത്തതാണ്, പിന്നെ അരിപ്പൊടിയാണ്. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് ആവി കയറി വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇതവിടെ വെന്ത് പാകമായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല മധുരം ആവശ്യത്തിനുണ്ട്. അപ്പോൾ ചക്കയുടെ മധുരം അനുസരിച്ചിട്ട് നിങ്ങൾ മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളൂ ശർക്കരയുടെ.
റവ അതുപോലെ തന്നെ. ഇപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിനേക്കാളും കുറച്ചും കൂടിയും സോഫ്റ്റായിട്ട് കിട്ടണമെങ്കിൽ റവയുടെ അളവ് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ, അരിപ്പൊടിയുടെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.